ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഒരു വലിയ ഒരു സംരക്ഷണം ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഭൂമി പാഴും ശൂന്യമൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, ഹോവറിങ് ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൺട്രോൾ മുഴുവൻ ആ ദൈവാത്മാവിൻ്റെ കയ്യിലായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ താറുമാറായി അല്ലെങ്കിൽ ശൂന്യമായി പാഴായി കിടക്കുന്ന ചില സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അതുപോലെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും കൺട്രോൾ ഇപ്പോഴും കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഹീസ് ഇൻ കൺട്രോൾ. കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ് നിയന്ത്രണമുള്ളത്. അതിൻ്റെ മുകളിൽ അവൻ വിചാരിക്കുന്നുണ്ട്, അവൻ പരിവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നശിച്ചു പോകുമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട, തകർന്നു പോകുമെന്ന് ചിന്തിക്കേണ്ട. അതിൻ്റെ തക്ക സമയത്ത് അവൻ കാര്യാദികളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഇന്നൊരു കീ സ്പോൺസറാണ് ആറ്റിങ്ങിൽ, ഇന്ന് അമ്പയാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മൂത്ത മകന് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ശരിയാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 മക്കളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ കണ്ണിന് സൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും എല്ലാം അങ്ങ് പകർന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ പദ്ധതികളും കൃപകളും ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലും പ്രത്യേകമായിട്ടുള്ള ആരാധന ഉണ്ട്. രാവിലെ 10 മണിക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിലേക്ക് എത്തിച്ചേരുക. അല്ലെങ്കിൽ നമുക്ക് ലൈവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫിലിപ്പി ലേഖനം അവസാനത്തെ പാർട്ടിലേക്ക് വരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഓരോ ദിവസവും കണ്ടതിനും നോട്ട്സ് എഴുതിയെടുത്തതിനും പഠിച്ചതിനും എല്ലാത്തിനും നന്ദി, സഹകരിച്ചതിനും നന്ദി. എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഒത്തിരി പേര് പഠിപ്പിച്ചു കൊടുക്കണം. നോട്ട്സൊക്കെ എഴുതി വെച്ചാൽ പോരാ, ആവശ്യമുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. വാട്സപ്പിലൂടെയോ സൂമിലൂടെയോ ഗൂഗിൾ മീറ്റിലൂടെയോ ഓൺലൈനായോ ഓഫ്ലൈനായോ നേരിട്ട് വീട്ടിൽ വിളിച്ചോ എവിടെയെങ്കിലും ചെന്നൊക്കെ മറ്റുള്ളവരെ വചനം പഠിപ്പിക്കണം. അടുത്ത ഭാഗം 14 മുതൽ താഴേക്കാണ്. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പരേ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ. എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാരെല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര ഭയങ്കരമായിട്ടാണ് അദ്ദേഹം എൻ്റെ കൺക്ലൂഷനിലേക്ക് വരുന്നത്. മാത്രമല്ല അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാശിൻ്റെ കാര്യം പറയുന്നത്, പണത്തിൻ്റെ കാര്യം പറയുന്നത് വളരെ കെയർഫുള്ളായിട്ടുള്ള വേർഡ്സാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ കാശിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പലരുടെയും, ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് അനൗൺസ്മെൻറ്റ്സ്, വലിയ ആവശ്യങ്ങൾ സഭയിൽ നിൽക്കുന്ന സമയത്ത് മൈക്കെടുത്ത് അനൗൺസ്മെൻറ്റ് തുടക്കകാലത്തൊക്കെ എനിക്കങ്ങ് കൈയും കാലം വിറക്കുകയോ BP കൂടുകയോ സ്ട്രെസ്സോ തൊണ്ടയിടറുകയൊക്കെ ചെയ്യും. കാരണം പലപ്പോഴും ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ
ചില ആവശ്യങ്ങൾ, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അവരെ തന്നെ ദ്രവ്യാഗ്രഹികളാക്കി അങ്ങ് ബ്രാൻഡ് ചെയ്യും, ലേബൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. പക്ഷേ ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, യേശു കർത്താവ് പറയുന്നു, എനിക്ക് താ സുവിശേഷ വിലയ്ക്ക് താ, ഞാൻ 100 മടങ്ങ് തിരിച്ചു തരാം. പൗലോസ് അത് പറയുന്നു, എല്ലാവരും പറയുന്നു. പഴയ നിയമത്തിലാണെങ്കിൽ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് കൊണ്ടുപോവാ എന്ന് കർത്താവ് പറയും. അപ്പോൾ കർത്താവിനിത് പറയാമെങ്കിൽ, അപ്പോസ്തലന്മാർക്ക് ഇത് പറയാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, എൻ്റെ പോക്കറ്റിലിടാനല്ലല്ലോ, ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം. പക്ഷേ എങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണത്. ആർക്കായാലും അങ്ങനെയാണ്. ഇനി ഈ 14-ാമത്തെ വചനത്തിൽ, യെറ്റ് ഇറ്റ് വാസ് ഗുഡ് ഫോർ യു ടു ഷെയർ ഇൻ മൈ ട്രബിൾസ്, എങ്കിലും എൻ്റെ കഷ്ടത്തിൽ നിങ്ങളൊരു കൂട്ടായ്മ കാണിച്ചത് നന്നായി എന്ന് അദ്ദേഹം പറയാം. അതിനുശേഷം, മോറോവർ ആസ് യു ഫിലിപ്പിൻസ് നോ in the early days of your acquaintance with the gospel, when I set out from Macedonia, not one church shared with me in the matter of giving and receiving, except you only. ഈ മക്കതോന്യ വിളിയൊക്കെ കിട്ടിയെങ്കിലും മക്കതോന്യയിലേക്ക് പോകണമെങ്കിൽ കാശ് വേണം. മക്കതോന്യ വിളിയെക്കുറിച്ച് നമ്മൾ ഭയങ്കര പ്രസംഗമാണ്. പൗലോസിന് മക്കതോന്യ വിളിയുണ്ടായി. വലുതും സഫലവുമായ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു, മാസിഡോനിയൻ കോൾ. പക്ഷെ മാസിഡോണിയൻ കോളിൽ പോകണമെങ്കിൽ കാശ് വേണം, ടിക്കറ്റ് വേണം, ഇല്ല? ഇപ്പോൾ യാത്ര ചിലവുണ്ട്, കൂടെയുള്ള ടീമിന് ഭക്ഷണം കൊടുക്കണം, മീറ്റിങ്ങിൽ സംഘടിപ്പിക്കണമെങ്കിൽ അവിടെ ഫുഡ് കൊടുക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ രീതിയിൽ പോലുമല്ല, അല്ലേ? എന്തെല്ലാമാണ് സ്റ്റേജിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, LED വോൾ, ഇത് മൈക്ക്, ഉച്ചഭാഷ, PA സിസ്റ്റം, വരുന്നവർക്ക് കൊടുക്കാനുള്ളത്, ഒത്തിരി ചിലവുകളുണ്ട്. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാറില്ല. എനിവേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ പറയുന്ന അവരവർക്ക് പറ്റുന്നത് കൊടുത്താൽ മതി. അല്പം ത്യാഗപരമായി കൊടുത്താൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു സഭയിൽ നടന്നൊരു സംഭവം ഇങ്ങനെയാണ്. ഭയങ്കരമായ ഒരു ആവശ്യത്തിൻ്റെ മുഖത്ത് സഭ നിൽക്കുകയാണ്. ആ സമയത്ത് ആ ചർച്ചിലെ ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ ഒരു കവറിൽ ഒരു നാണയത്തൊട്ടിട്ട് അതിനകത്തൊരു കുറിപ്പ് വെച്ചിട്ട് അയക്കുകയാണ്. ദിസ് ഈസ് ഓൾ വാട്ട് ഐ ഹാവ്, ഐ എം ഗിവിങ് ദിസ് ടു ദ ലോർഡ്. അകപ്പാട് എൻ്റെ ജീവിതത്തിലുള്ളത് ഇത് മാത്രമാണ്. പ്ലീസ് റിസീവ് ദിസ് ടൈനി ഓഫറിങ് ഫ്രം മീ. ആകെ ഇതേ ഉള്ളൂ, ഈ കൊച്ചു സ്തോത്ര കാഴ്ച ദയവായി സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കവറിനകത്തൊരു ഓഫറിങ് കവർ വന്നെങ്കിലായിരിക്കും അതിനകത്തിട്ട് ഒട്ടിച്ച് കുറിപ്പും വെച്ച് ഇട്ടു. സഭയുടെ കാര്യസ്ഥന്മാർ അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് വാസ് വെരി ടച്ചിങ്. കാരണം ഒരു സ്ത്രീക്ക് ആകപ്പാടുള്ള, ഇപ്പോൾ യേശുവിൻ്റെ കാലത്ത് ഒരു 2 കോപ്പർ കോയിൻസ്, ചെമ്പ് നാണയങ്ങളിട്ട ഒരു വിധവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഇത് ആ കാര്യമല്ല പറയുന്നത്, ഒരു ചർച്ചിൽ നടന്നതാണ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഭയങ്കരമായി ഇവരെ ടച്ച് ചെയ്തു, കമ്മിറ്റിക്കാരെല്ലാം ടച്ച് ചെയ്തു, ഇത് അനൗൺസ് ചെയ്തതോടെ അവിടുത്തെ ആളുകളുടെ എല്ലാ അകത്ത് ഭയങ്കരമായൊരു സന്തോഷവും കുറ്റബോധവും എല്ലാം കൂടി ഉണ്ടായിട്ട് എല്ലാവരും ചേർന്ന് പെട്ടെന്ന് അങ്ങൊരു ഓഫറിങ് കളക്ഷൻ എടുക്കുകയല്ല, അവരുടെ പ്രോജക്റ്റ്, മിഷൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അതിനാവശ്യമുള്ള ഫുൾ ഫണ്ടും ഒറ്റയടിക്ക് ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ വന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇല്ലാഞ്ഞിട്ടല്ല, കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മുടെ വേല പലപ്പോഴും സ്ലോ ആയി പോകുന്നു. എനിക്ക് ഒത്തിരി സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളെന്ന് പറഞ്ഞാൽ വേല ഭയങ്കര വിശാലമായി കൊണ്ടുപോകുവാനുള്ള ദർശനവും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വരുവാണെങ്കിൽ ഭാവിയിലേക്ക് ചെയ്യാനിരിക്കുന്ന വലിയ പ്രോജക്റ്റുകൾ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രീം പ്രോജക്റ്റുകൾ. പക്ഷെ അതിലേക്ക് ഇതുവരെ വർഷങ്ങളായിട്ടും പോകാൻ പറ്റാത്തതിന് കാരണം അതിനുള്ള ഫണ്ട് ഫ്ലോ വന്നിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വന്നാൽ എന്തെല്ലാം ഗ്ലോബലി ചെയ്യുവാനുള്ള ദർശനം, ചെയ്യുവാനുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു അവസ്ഥയാണ് പൗലോസും പറഞ്ഞു വരുന്നത്. പല സഭകൾ അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി പിശുക്കില്ലാതെ അവർ നന്ദി പറയുകയാണ്. ഈ ജയിലിൽ കിടക്കുന്ന ഈ ദേവദാസൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഈ ഗിഫ്റ്റ് കൊടുത്തത് അദ്ദേഹത്തെ ഭയങ്കരമായി സ്പർശിച്ചിട്ട്
അദ്ദേഹം എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം മാത്രം മറ്റെല്ലാ ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം. മറ്റതിൻ്റെ പലതിൻ്റെ ഇപ്പോൾ കൊരിന്ത്യ ലേഖനം എഴുതാൻ കാരണം ആ ചർച്ചിൽ നടന്ന പ്രശ്നങ്ങളാണ്. ഗലാത്തിയിൽ നടന്ന ചില പ്രശ്നങ്ങൾ, അവർ പിന്മാറ്റത്തിൽ പോയ നിമിത്തമാണ് അങ്ങനെ ഒരു ലേഖനം എഴുതിയത്. റോമാലേഖനം മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ ഇത് മാത്രം വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചിട്ട്, എന്നാലും അവരും വലിയ പ്രയാസത്തിലാണ് ഫിലിപ്പിയിലിരിക്കുന്നവർ, എന്നിട്ട് പോലും എന്നെ സ്നേഹിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ കൊടുത്തല്ലോ എന്ന്, കൊടുത്തു വിട്ടല്ലോ എന്ന് ഓർത്തിട്ട് ആണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഗിവിങ് ഈസ് വൺ ഓഫ് ദ ലവ് ലാംഗ്വേജസ്. നമ്മൾ ഓർക്കണം, കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷകൾ പ്രധാനമായും 5 ലവ് ലാംഗ്വേജസ് ആണുള്ളത്. അതിൽ പ്രോമിനൻ്റായ ഒരെണ്ണമാണ് ഗിവിങ്. കർത്താവ് പോലും നോക്കൂ, യോഹന്നാൻ 3:16 പറയും, തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഇവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇറ്റ് ഈസ് എ ലവ് ലാംഗ്വേജ്. കർത്താവ് നമ്മൾ കാണിച്ച സ്നേഹത്തിൻ്റെ ഭാഷ, സ്വന്തം പുത്രനെ നൽകി സ്നേഹിച്ചു. ഒരു ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു സ്നേഹമുണ്ട്. വാവ്. ഇനി അദ്ദേഹം അപ്പോൾ ഈ ലെറ്റർ ഇങ്ങനെ എഴുതി തീർക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാം. എങ്കിലും ഫിലിപ്പിയരെ, ഇത് ചെയ്തത് നന്നായി, എനിക്ക് ഭയങ്കര സന്തോഷം. ഇതൊരു യുണീക്ക് ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നാൻ പല കാരണങ്ങളുണ്ട്. ഈ ഫിലിപ്പിയർ അയച്ച ഈ മിഷൻ സപ്പോർട്ട് യുണീക്കായിരുന്നെന്ന് പറയാൻ പ്രധാനമായ 6 കാര്യങ്ങളെ കുറിച്ചോ. 1, ഇറ്റ് വാസ് എ സ്പെഷ്യൽ ലവ് ഓഫറിങ്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ലവ് ഓഫറിങ് ആയിരുന്നു. കാരണം ഈ ഓഫറിങ്ങിൻ്റെ പുറകിൽ ലവ് ഉണ്ടായിരിക്കണം. ലവ് ഇല്ലെങ്കിൽ ഓഫറിങ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്പർ 2, നോ അതർ ചർച്ച് ഹാർട്ട് ഹെൽപ്ഡ് ഹിം ഫൈനാൻഷ്യലി. മറ്റ് സഭകളൊന്നും കൈനീട്ടിയില്ല ഈ അപ്പസ്തോലിനെ സഹായിക്കാൻ. അദ്ദേഹം തന്നെ സ്ഥാപിച്ച സഭകളാണ്. പക്ഷെ ആരും അത് ചെയ്യാതിരുന്നപ്പോൾ, ഫിലിപ്പ്യ സഭ മാത്രം ചെയ്തപ്പോൾ അതിനൊരല്പം യുണീക്ക്നെസ് ഇല്ലേ? അടുത്തത്, ഇറ്റ് വാസ് ലൈക്ക് ദെയർ ഷെയറിങ് ഇൻ ഹിസ് ട്രബിൾസ് ഇൻ പ്രിസൺ. ജയിലിൽ കിടക്കുന്ന ഈ അപ്പസ്തോലൻ്റെ കഷ്ടതകളിലുള്ള ഇവരുടെ ഒരു പങ്കാളിത്തം പോലെ ആയിപ്പോയത്. അവരൊന്നും ജയിലിൽ കിടക്കുന്നില്ല, എങ്കിലും ഈ പണം അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്, എൻ്റെ കഷ്ടതകളിൽ നിങ്ങളും കൂടെ അങ്ങ് പങ്കാളിയായി. നമ്പർ 4, they sent financial aid again and again. ഇവർ ആവർത്തിച്ച ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇതുപോലെ അവർക്ക് തന്നെ ഇല്ലാത്തതിൽ നിന്നായിരിക്കും അവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അതിനാൽ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒന്നായിട്ട് മാറി. നമ്പർ 5, ഇറ്റ് വാസ് എ സാക്രിഫിഷ്യൽ ഗിഫ്റ്റ്. വളരെ ത്യാഗപരമായിട്ടാണ് അവരിത് കൊടുത്തത്. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ അവർക്കും കഷ്ടതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടിന് നടുവിലാണ് അവർ കൊടുത്തത്. നമ്പർ 6, ഇറ്റ് വാസ് എ ഫ്രാഗ്രൻറ്റ് ഓഫറിങ്. എഴുതിയിരിക്കുന്ന ഇങ്ങനെ, ദേ ആർ എ ഫ്രാഗ്രൻറ്റ് ഓഫറിങ്, ആൻ അക്സെപ്റ്റബിൾ സാക്രിഫൈസ് പ്ലീസിങ് ടു ഗോഡ്. ദൈവത്തിന് പോലും പ്രസാദകരമായ, എങ്ങനെ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുക, ഈ ഓഫറിങ് കവറിലിട്ട് കൊണ്ടുവരികയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു തുണിക്കിഴിയിലാക്കി കൊണ്ടുവരികയാണ്. അതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കുറേ പെർഫ്യൂം അടിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ, പണമല്ല വരുന്നത്, സ്മെല്ലാണ് വരുന്നത്, ഫ്രാഗ്രൻസാണ് വരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. വാവ്. ഇപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-21 വായിക്കുമ്പോൾ അവിടെ നോഹ ഒരു യാഗപീഠം പണിത് ഒരു യാഗം കഴിക്കുന്നുണ്ട്. 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദ ലോർഡ് സ്മെൽഡ് ദ പ്ലീസിങ് അരോമ and said in his heart, never again will I curse the ground because of humans. ഈ ജലപ്രളയം എല്ലാം കഴിഞ്ഞ് ഈ നോഹ ഈ യാഗം അങ്ങ് അർപ്പിച്ചപ്പോൾ, ശ്രദ്ധിക്കണേ, യാഗം അങ്ങ് അർപ്പിച്ച സമയത്ത് ഈ പാപികളായവരെല്ലാം നീക്കപ്പെട്ടു ജലപ്രളയത്തിലൂടെ. അപ്പോൾ ഈ ഓഫറിങ്, യാഗം അങ്ങ് അർപ്പിക്കുകയല്ല, ദൈവം കർത്താവ് ആ ആരോമ, പ്ലീസിങ് ആരോമ മണത്തു.
എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഏത് അർത്ഥത്തിൽ മനസ്സിലാക്കണോ അത് അർത്ഥത്തിൽ മനസ്സിലാക്കുക. ലെവിറ്റിക്കസ് 1:9, ലേവ്യ പുസ്തകം 1:9 പറയുന്നത് ബേൺട്ട് ഓഫറിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഫുഡ് ഓഫറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം, ആൻ ആരമ പ്ലീസിങ് ടു ദ ലോർഡ്. ദൈവത്തിന് സുഗ്രാഹ്യമായ, ദൈവം പോലും മണത്ത് ആസ്വദിക്കുന്ന ഒരു യാഗമാണ് ബേൺട്ട് ഓഫറിങ്. ഉള്ളതുപോലെ വ്യക്തമായി പറഞ്ഞാൽ വി ക്യാൻ പ്ലീസ് ഗോഡ് ത്രൂ അവർ ഓഫറിങ്സ്. കാശ് കൊടുത്ത് ബ്രൈബ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നല്ല ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൽ കുതിർത്തി കർത്താവിനൊരു ഓഫറിങ് കൊടുത്താൽ വാവ്, അതിൽ ദൈവം ടച്ച്ഡ് ആകും. ഓർമ്മയുണ്ടല്ലോ, യേശു കർത്താവ് ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് പാപിനിയായ ഒരു സ്ത്രീ വന്ന് അവൻ്റെ മേൽ പരിമള തൈലം പൂശിയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഹാബേൽ യാഗം കഴിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചു. ശലോമോന് യാഗം കഴിച്ചപ്പോൾ 1000 കാളകളെ യാഗം കഴിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചത് മാത്രമല്ല, പ്രത്യക്ഷനായിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. യേശു കർത്താവ് കാൽവരി ക്രൂസിൽ തന്നെ യാഗമാക്കിയപ്പോൾ അതിൻ്റെ സ്വീറ്റ് അരോമ സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ദൈവ ക്രോധ അഗ്നിയിൽ ബേൺട്ട് ഓഫറിങ്ങായി ഹനനയാഗമായി അർപ്പിക്കപ്പെട്ടപ്പോൾ ഇതുവരെ ഒരു ഓഫറിങ്ങിലും പ്രസാദിച്ചില്ലെങ്കിൽ പോലും തൻ്റെ സ്വന്തം പുത്രൻ്റെ ആ സബ്ലൈം സാക്രിഫൈസിൽ കർത്താവ് പ്രസാദിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ ഓഫറിങ് കൊടുക്കുമ്പോൾ അതിലും ദൈവത്തിനൊരു പ്രസാദമുണ്ട്. ചിലതൊക്കെ പൊട്ടി വിരിഞ്ഞ് വരും. ഈ 17ാമത്തെ വചനം, നോട്ട് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ എ ഗിഫ്റ്റ് ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ വാട്ട് മേ ബി ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. ഭയങ്കരമാണ്. വളരെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വളരെ 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 ശ്രദ്ധിച്ചാണ് വാക്കുകൾ അദ്ദേഹം എഴുതുന്നത്. ഞാൻ നിങ്ങളൊരു ദാനം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അയ്യോ കർത്താവേ, ഫിലിപ്പിനോട് സംസാരിക്കണേ, അവർ കുറച്ച് കാശ് അയച്ചു തരാൻ, അവരോട് ഇടപെടണേ, സ്വസ്ഥത കൊടുക്കലേ, ഇങ്ങനെയൊന്നും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം പറയപ്പെടാം, ഐ എം ലുക്കിംഗ് ഫോർ വാട്ട് മേ ബി ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. എന്നാൽ നിങ്ങളുടെ, ഇങ്ങനെയാണ് പറയേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകേണ്ടതിനായി, വരവ് വരേണ്ടതിനായി ആണ് ഞാൻ നോക്കിയിരിക്കുന്നത്. നിങ്ങളിതെനിക്ക് അയച്ചത് തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിങ് ആണ്. എന്നാൽ അതിനപ്പുറത്ത് സ്വർഗത്തിലുള്ള ദൈവം സൂക്ഷിക്കുന്ന, അവൻ്റെ ദൂതന്മാർ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് ബുക്കിൽ നിങ്ങളുടെ പേരിനെതിരെ അത് ക്രെഡിറ്റ് ആവും. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവത്തിനൊരു കണക്ക് പുസ്തകമുണ്ട്, ഗോഡ്സ് അക്കൗണ്ട് ബുക്ക് എന്നാണ് അതറിയപ്പെടുന്നത്. അതത് സമയത്ത് നാം സ്തോത്ര കാഴ്ചയിടുമ്പോൾ, ഗോഡ്സ് പോർഷൻ കൊടുക്കുമ്പോൾ, മിഷൻ സപ്പോർട്ട് കൊടുക്കുമ്പോൾ, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, ഒരാൾ ഓണർ ചെയ്തു അല്ലെങ്കിൽ ലവ് ഓഫറിങ് കൊടുക്കുമ്പോൾ അതിനെല്ലാം എൻട്രി ഉണ്ട് എന്ന് തന്നെയാണ് വചനം പറയുന്നത്, ഞാനല്ല. ഞാനിങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല, വചനത്തിലുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 20:35 നമ്മൾ കാണുന്നത്, ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ലാഭം, കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൗലോസാണേലും താൻ തന്നെ ജോലി ചെയ്ത് മറ്റുള്ളവരെല്ലാം പോറ്റുമായിരുന്നു, കൊടുക്കുമായിരുന്നു. അപ്പോൾ ഹി വാസ് എ മാഡ് ഗിവർ. ഇനി അപ്പോൾ ദൈവത്തിൻ്റെ അക്കൗണ്ട് ബുക്ക് നമ്മൾ കണ്ടു. ഇനി അടുത്തത് 19ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, ആൻഡ് മൈ ഗാഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറിയസ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. വിശ്വവിഖ്യാതമായ ഒരു വചനമാണിത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്നദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഗോഡ്സ് ചെക്ക് ബുക്ക് എന്നാണ്. ആദ്യം കണ്ടത് ദൈവത്തിൻ്റെ അക്കൗണ്ട് ബുക്കാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക, കമൻറ്റ് സെക്ഷനിലിടുക ഗോഡ്സ് അക്കൗണ്ട് ബുക്ക്, ദെൻ ടൈപ്പ് ചെയ്യുക ഗോഡ്സ് ചെക്ക് ബുക്ക്. ഈ ചെക്ക് ബുക്ക് പൗലോസ് ഒരു ചെക്ക് ലീഫ് എഴുതി ഞാൻ കൊടുക്കുക. എന്താണത്? എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നോളൂ, ഒപ്പ് ഓഥറൈസ് സിഗ്നേറ്ററി എന്നതുപോലെ ഒപ്പിട്ടാൻ കൊടുക്കുക. ഞാൻ ഇന്ന് ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലാങ്ക് ചെക്കിൻ്റെ രീതിയിലുള്ള പാറ്റേണിലൊരു സാധനം നമ്മളിവിടെ ബ്ലെസ്സിങ് ടുഡേ ഫാമിലികളിൽ എന്ന് വെച്ചാൽ എല്ലാ സഭകളിലൊക്കെ എനിക്ക് തോന്നുന്നൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സൺഡേ എന്തോ നമ്മൾ കൊടുത്തു. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എഴുതിക്കൊള്ളാൻ പറഞ്ഞു, എന്നിട്ട് ബൈബിളിൻ്റെ അകത്ത് വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ചിലരൊക്കെ വന്ന് പറഞ്ഞ സാക്ഷ്യം ഭയങ്കരമാണ്. അവർക്ക് ആ ആഴ്ചയിലോ മാസമൊക്കെ കോടികൾ ആവശ്യമുണ്ടായിരുന്നു ചില ബിസിനസ്സുകാർക്കൊക്കെ. അത് മൊത്തം കർത്താവ് കൊടുത്തു. നിരവധി പേർക്ക് ആവശ്യമില്ല. അവരുടെ
ആം, എഴുതിയത് അനേകരുടെ സാക്ഷ്യമാണ്. കർത്താവ് ചെയ്തു കൊടുത്തു. ഒരു പ്രൊഫറ്റിക് ആക്ട് പോലെ നമ്മൾ ചെയ്തതാണ് വിശ്വാസത്തിന് വേണ്ടി. ഇവിടെ കാണുന്നത് ഒരു ചെക്ക് ബുക്കാണ് ദൈവത്തിൻ്റെ. കർത്താവ് നമുക്കൊരു ചെക്ക് ബുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഗിവിങ് വിൽ നെവർ മേക്ക് യു പുവറർ ബട്ട് റിച്ചർ. കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തതുകൊണ്ട് ഒരിക്കലും ദാരിദ്ര്യത്തിലേക്കല്ല, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ദാരിദ്ര്യം വരുമല്ല, കൂടുതൽ കൂടുതൽ സമ്പത്ത് കർത്താവ് തരും. ഇതുവരെയുള്ള ചരിത്രം അതാണ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം, നല്ല ഹൃദയത്തോടെ അല്ല കൊടുത്തത്, എന്തോ കയ്യിലിരിപ്പുണ്ട് എന്ന് വെച്ചാൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നന്ദിയോടെ കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം. അതൊന്ന്. രണ്ട്, ഫൈനാൻസ് മാനേജ്മെൻറ്റ് കറക്റ്റല്ല. ദൈവം തന്നാലും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കുരങ്ങൻ്റെ കയ്യിൽ കിട്ടുന്ന പൂമാല പോലെ പിച്ചി ചിന്തിക്കളയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നോ, നന്നാകാൻ സാധ്യതയില്ല. ഈ രണ്ട് കാര്യങ്ങളെങ്കിലും കുറഞ്ഞ് ശ്രദ്ധിക്കണം. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രിൻസിപ്പിൾസിലൂടെ തന്നെ പോകണം. ഒരിക്കലും ഒരു പാസ്റ്റർ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി, കാരണം ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോവുക, ഇത്ര എമൗണ്ട്, ഇത്ര മില്യൺ വേണം, അനൗൺസൊക്കെ ചെയ്തു. കുറേയൊക്കെ വന്നെങ്കിലും ഇനിയും കിടക്കുവാണ്. അത്രയും കൂടെ കളക്ട് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ കഴിയും. ഡീൽ അവസാനിക്കാൻ പോവുക. അവസാനിക്കാൻ പോകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഒരാൾ സഭാഹുള്ളിൽ കയറി വന്ന് ഒരു ചെക്കെടുത്ത് ദേവദാസിൻ്റെ കയ്യിൽ കൊടുത്തു. പൊട്ടിച്ച് നോക്കുമ്പോൾ ഇനി എത്രയാണ് ആവശ്യമുള്ളത് അത് കറക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ദൈവം ചില സമയത്ത് 11th അവർ എന്നതുപോലെ 11-ാം മണി നേരത്ത്, ഈ അവസാന സമയത്ത്, 4-ാമത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ പ്രവർത്തിക്കുള്ളായിരിക്കാം. പക്ഷേ ദൈവം ചെയ്തിരിക്കും. ആരോടൊക്കെ പരിശുദ്ധാത്മാ പറയും, നിങ്ങളുടെ ആവശ്യത്തിൽ ഒരു വിവാഹ ആവശ്യമാണോ, മകളുടെ വിവാഹമാണോ, മകൻ്റെ വിവാഹമാണോ, വീട് പണിയാണോ, മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, കർത്താവ് സമയത്ത് പ്രവർത്തിക്കും. വിശ്വസിക്കണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ തീർത്ത് തരും. അത് വിശ്വസിക്കുക. ആ വചനം ഒന്ന് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇടുക. എല്ലാവർക്കും ഇന്നത് അയച്ചു കൊടുക്കുക. 20-ാമത്തെ വചനത്തിൽ, ടു അവർ ഗാഡ് ആൻഡ് ഫാദർ ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ ആമേൻ. അദ്ദേഹം പൗലോസിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവസാനം ഫൈനൽ ഗ്രീറ്റിങ്സിലേക്ക് വരികയാണ്. 21 മുതൽ താഴേക്ക്. ഗ്രീറ്റ് ഓൾ ദ സെയിൻസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ദ ബ്രദേഴ്സ് ഹു ആർ വിത്ത് മീ സെൻഡ് ഗ്രീറ്റിങ്സ്. അവിടെയുള്ള എല്ലാ ക്രിസ്തുവിലെ വിശുദ്ധന്മാർക്ക്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷം ഒരു ഗ്ലാസിൻ്റെ കേസിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴല്ല വിശുദ്ധനാകുന്നത്. ജീവിച്ചിരിക്കുന്നവരെയാണ് പൗലോസ് വിശുദ്ധർ എന്ന് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും കഴുകപ്പെട്ടവരും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദ ബ്രദേഴ്സ് ഹു ആർ വിത്ത് മീ സെൻഡ് ഗ്രീറ്റിങ്സ്. എന്നോടുകൂടെയുള്ള സഹോദരന്മാരും വന്ദനം ചൊല്ലുന്നു വെച്ചാൽ, ജയിലിൽ തന്നോടൊപ്പം ചിലർ കൂടെ ഉണ്ട്. ചിലർ അദ്ദേഹം കൂലിക്കെടുത്ത വാടകെടുത്ത വീടായതുകൊണ്ട് ചിലർക്കൊക്കെ താമസിക്കാൻ പറ്റും. ആകെയുള്ളത് ഒരു റോമൻ പടയാളി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, ചങ്ങലയിലാണ്. ഇനി ഓൾ ദ സെയിൻസ് സെൻഡ് യു ഗ്രീറ്റിങ്സ്, എസ്പെഷ്യലി ദോസ് ഹു ബിലോങ് ടു സീസേഴ്സ് ഹൗസ് ഹോൾഡ്. ഇവിടെയുള്ള എല്ലാ വിശുദ്ധന്മാരും വന്ദനം ചൊല്ലുന്നു, പ്രത്യേകിച്ച് കൈസരുടെ ഭവനക്കാർ. ഓ മൈ ഗോഡ്. ദെൻ 23 കൂടെ വായിച്ചേക്കാം. ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യുവർ സ്പിരിറ്റ് ആമേൻ. കർത്താവ് യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൺക്ലൂഷനിലാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ സീസറുടെ വീട്ടുകാരും വന്ദനം ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ, സീസറുടെ ഭവനത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ, ദ ഗോസ്പൽ ഇൻ ദ പാലസ്, സുവിശേഷം കൊട്ടാരത്തിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സുവിശേഷം കൊട്ടാരത്തിൽ. ഇനി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാം, സുവിശേഷം കുടിലിലും കൊട്ടാരത്തിലും ടൈപ്പ് ചെയ്തിടുക. സുവിശേഷം കുടിലിലും എത്തും, കൊട്ടാരത്തിലെത്തും. കുടിലെത്താൻ എളുപ്പമാണ്, കാരണം ആർക്കും എപ്പോഴും കയറി ചെല്ലാം. കൊട്ടാരത്തിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുമോ? സാധാരണ സുവിശേഷകന്മാർക്ക് കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? നോ. പക്ഷേ ഈ അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠ അപ്പസ്തോലൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് കർത്താവുമായി നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, ഇത്രയും സഭകൾ സ്ഥാപിച്ചിട്ടുള്ള, ഭയങ്കരനായ ശക്തനായ വീര്യപ്രവൃത്തിയിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ള ഈ ദൈവദാസന് കൊട്ടാരത്തിനകത്ത് പോയി സുവിശേഷം പറയാൻ പറ്റി. പക്ഷേ
നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല, നല്ല രീതിയിലും പോകാൻ പറ്റില്ല. തടവുള്ളിയായിട്ട് ഒരു ക്രിമിനലിൻ്റെ ഷേപ്പിലാണ് അവിടെ എത്തേണ്ടി വന്നത്. പക്ഷേ ദൈവം അത് എങ്ങനെയാക്കി? കൈസർ എന്ന് വെച്ചാൽ അന്നത്തെ റോമൻ എംപയറിലെ ഏറ്റവും ടോപ്പ് ഗൈ എംപറർ, സാമ്രാട്ട്, ചക്രവർത്തിയാണ് കൈസർ. ആ കൈസറുടെ ഭവനത്തിൽ വരെ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വരെ സുവിശേഷം എത്തി. വാവ്! എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളെ, എന്നെ, നമ്മെ ഒക്കെ ഇതുപോലെ മുകളിലേക്ക് താഴേക്ക് എല്ലായിടങ്ങളിലേക്കും സുവിശേഷം എത്തിക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട, കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കന്മാരുടെ അടുക്കലെത്തി എന്ന് പറയുമ്പോൾ ദ ക്രൂസിഫൈഡ് നാസറീൻ കാർപ്പൻറ്റർ ഹാഡ് സ്റ്റാർട്ടഡ് റൂളിങ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് മെനി റൂളേഴ്സ്. ഇതിനകം തന്നെ പല ഭരണകർത്താക്കന്മാരുടെയും അകത്ത് ക്രൂശിക്കപ്പെട്ട തച്ചനായ നസറായനായ യേശു കർത്താവ് ഭരണം നടത്താൻ തുടങ്ങിയിരുന്നു. വാവ്! ക്രിസ്തു ഇന്ന് പലരുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. എവിടെ വരെ? ടോപ്പ് ഗൈസിൻ്റെ അകത്ത് വരെ. അപ്പോൾ എന്താണ് നമുക്ക് ഈ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ലൈഫ് ലെസൺസ്? ജസ്റ്റ് പറയാം. 1, റിജോയ്സ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷിക്കണം. 2, ബി ജെൻറ്റിൽ, വളരെ സാവധാനതയും ഒക്കെ ഉള്ളവരായിരിക്കണം. 3, റീപ്ലേസ് ആൻസൈറ്റി വിത്ത് പ്രയർ, ആകുലതയെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ മാറ്റണം. 4, തിങ്ക് റൈറ്റ്, ശരിയായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം. 5, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്, എന്താണോ പ്രസംഗിക്കുന്നത് അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരണം. ലേൺ ദ സീക്രട്ട് ഓഫ് കണ്ടെൻറ്റ്മെൻറ്റ്, ഏതവസ്ഥയിലും തൃപ്തിയോടുകൂടി ഇരിക്കുവാനുള്ള രഹസ്യം പഠിക്കുക. ബി ജനറസ്, ധാരാളമായി കൊടുക്കാൻ പഠിക്കുക. എൻഡ് വിത്ത് വർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് മാത്രമല്ല, എല്ലാ ആരാധനയിലും ഒക്കെ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ ഈ 4 അധ്യായങ്ങളും ഇത്രയും ആഴ്ചകൾ എല്ലാ ദിവസവും കണ്ട് നോട്ട്സ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ഈ ഫിലിപ്പ് ലേഖനം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ചയിൽ അടുത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. ഈ മൂക്കിനകത്ത് ദശ വളരുന്ന ആരെയെ കർത്താവ് സൗഖ്യമാക്കുന്ന അവിടെ കൈവെക്കുക. അഡ്നോയിഡിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. കാതുകളിൽ സൗഖ്യം നടക്കട്ടെ, കണ്ണുകളിൽ സൗഖ്യം നടക്കട്ടെ, ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഏത് രോഗമാണെങ്കിൽ കൈനീട്ടാം. ഇപ്പോൾ വലിയൊരു വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിൽ കാണാം.